നോക്കിയപ്പോ ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. ഞാൻ സുഖമുള്ള പരിപാടിയുടെ പുറകെ കേട്ടോ എന്റെ മൈൻഡ് പോയി ഒരുപാട് കോഴ്സ് പഠിച്ചു. എന്നിട്ട് ഒരു ബന്ധമില്ലാത്ത വേറെ കാര്യങ്ങൾ. ഇടുക്കിയുടെ ഫൈനൽ ഡേയിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഒന്നും കിട്ടൂലെന്ന് പ്രതീക്ഷയോടെ നിന്നേ. എന്നാലും നമ്മൾ ആ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു നായിക കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേറെ 1-2 മൂവി വന്നായിരുന്നു. അതെന്റെ മണ്ടത്തരം കാരണം ഞാൻ വിട്ടുകളഞ്ഞു. എന്താന്ന് വെച്ചാൽ ഓവർ സെലക്റ്റീവ് ആയി പോയി. അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ അവിടെ ഇരിക്കുന്നുള്ളൂ. ഹായ് ഗൈസ്, വെൽക്കം ടു കാൻഡി ടോക്സ്. ഇന്ന് എൻ്റെ കൂടെ കാൻഡി ടോക്സിൻ്റെ ഫ്ലോറിലുള്ള നമുക്ക് എല്ലാവർക്കും ഒരുപാട് പരിചയമുള്ള മരിയ വിൻസെൻ്റ് ആണ്. വെൽക്കം ടു ദ ഫ്ലോർ. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? ലൈഫൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. എന്താ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷങ്ങൾ എന്താണ്? സിനിമകളൊക്കെ ഇങ്ങനെ റിലീസ് ആവാൻ വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് ഷൂട്ടും ഇപ്പൊ ഓണമൊക്കെ ആയല്ലോ, കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു. പിന്നെ കുറച്ചധികം ദിവസമായിട്ട് ഞാൻ എനിക്ക് എന്റെ വീട്ടില് കുറച്ച് എറണാകുളത്ത് നിന്ന് മാറി കുറച്ച് ദിവസം ഇപ്പൊ വീട്ടിലായിരുന്നു. അപ്പൊ ഫാമിലി ഒക്കെ ആയിട്ട് ഇങ്ങനെ ചില്ല് ചെയ്ത് അടിച്ചുപൊളിച്ച് ഇരിക്കുന്നു. തൊടുപുഴയെന്നാണ് മരിയ ബേസ്. തൊടുപുഴയാണ് അല്ലേ? ഓക്കെ. അപ്പം തൊടുപുഴയില് ജനിച്ചു വളർന്ന കുട്ടി ഇപ്പം കേരളം എന്ന് പറയാൻ പറ്റില്ല അല്ലേ, തമിഴ്നാടും അങ്ങനെ ഒരുമാതിരി എല്ലാവർക്കും നല്ല ഫെയിം ആയിട്ട് നിൽക്കുവാണ്. എങ്ങനെയാണ് ആ ജേണി? ഞാൻ ഒരിക്കലും ഇതിലേക്കൊന്നും വരുമെന്ന് പ്രതീക്ഷിച്ച ആളല്ല കേട്ടോ. എന്തായിരുന്നു ശരിക്കും ആവണമെന്ന് ആഗ്രഹം കുഞ്ഞിലേക്ക്? അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നോ? ആവണമെന്ന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോ സമയം അനുസരിച്ച് ഒരു സമയത്ത് ഇത്, ഒരു സമയത്ത് വേറെ. എനിക്ക് എയർ ഹോസ്റ്റസ് ആവാൻ ഒരു സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ അവര് ഭയങ്കര നല്ല ഒരുങ്ങി ഇങ്ങനെ എല്ലാ ദിവസവും എവിടെയെങ്കിലും ഒക്കെ അങ്ങനെ ട്രാവൽ അങ്ങനെയൊക്കെയാണല്ലോ. ഞാൻ നോക്കിയപ്പോ ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. ഞാൻ സുഖമുള്ള പരിപാടിയുടെ പുറകെ കേട്ടോ എന്റെ മൈൻഡ് പോയിക്കൊണ്ടിരുന്നത്. എന്റെ വീട്ടിൽ നിന്ന് നേഴ്സ് ആവാനൊക്കെ അങ്ങനെയായിരുന്നു. കാരണം അവര് പൈസ ഒക്കെ കിട്ടുന്നത് സെറ്റിൽ ആവുന്ന രീതിയിലാണ് അവര് ചിന്തിക്കുന്നത്. അവര് ഫ്യൂച്ചർ ചിന്തിക്കും. ഞാൻ കുറച്ച് സുഖമുള്ള പരിപാടികൾ തേടി അങ്ങനെ എന്ത് കിട്ടുമെന്നായിരുന്നു. അപ്പൊ അത് ഒരിടയ്ക്ക് അത് താല്പര്യമായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ചെറുപ്പത്തിൽ ഞാൻ സ്ഥിരം ടിവിയുടെ മുന്നിൽ കുത്തിയിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ നോക്കുമ്പോ കുറെ പരസ്യങ്ങള്, സിനിമേനേക്കാളും കൂടുതൽ സിനിമ പാട്ടുകളാണ് കണ്ടോണ്ടിരുന്നത്. ഭയങ്കര കളർഫുൾ ആണല്ലോ. ഇത് കാണുമ്പോഴത്തേക്കും ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ ആവണമെന്നോ, എന്റെ വീട്ടുകാരോട് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഒരു മോഡലായാൽ കൊള്ളാം, അല്ലെങ്കിൽ ഒരു സിനിമ നടി ആയാൽ കൊള്ളാം, വെറുതെ ഇങ്ങനെ ആലോചിക്കാം. ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. മനസ്സിൽ മാത്രം തോന്നിയൊരു അത് പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോ അങ്ങ് പോയി. പിന്നെ നമ്മള് അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല. 10 കഴിഞ്ഞപ്പോ പിന്നെ എങ്ങനെ കുറച്ച് കരിയർ ഇതിലേക്ക് പോയി. അപ്പോ എയർ ഹോസ്റ്റസ് ഓക്കെ, നല്ല സാലറി ഒക്കെ ഉണ്ടല്ലോ, അത് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതപ്പം വീട്ടിൽ അത്ര താല്പര്യം തോന്നിയില്ല അച്ഛനും അമ്മയ്ക്കൊക്കെ. പിന്നെ ഫാഷൻ ഡിസൈനർ ആവാൻ ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലൊന്നും ബന്ധപ്പെടാത്ത വേറെ കോഴ്സിന് പോയി. എന്താ പഠിച്ച ശരിക്കും? ഞാൻ +2 കഴിഞ്ഞ് സത്യം പറഞ്ഞ 1 വർഷം ഞാൻ ബികോമിന് പോയി. അത് കഴിഞ്ഞ് 3 വർഷം ഞാൻ BA ചെയ്തു വേറെ കോളേജില്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 2 വർഷം കോസ്മെറ്റോളജി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സമയത്ത് മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ ഫാഷൻ ഡിസൈനർ പണ്ട് സൈഡായിട്ട് പഠിച്ചു. ഒരുപാട് കോഴ്സ് പഠിച്ചു. എന്നിട്ട് ഒരു ബന്ധമില്ലാത്ത വേറെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു. കോസ്മെറ്റോളജി എനിക്ക് പുതിയ അറിവാണ് ശരിക്കും. അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നായികൻ മിടുക്കി, ഇത് രണ്ടുമായിരുന്നു പെട്ടെന്ന് ഒരുപാട് പേരിലോട്ട് മരിയനെ എത്തിച്ചത്. എങ്ങനെയായിരുന്നു അതിലോട്ടുള്ള, എങ്ങനെ എത്തിയ ഫസ്റ്റ് അതിലോട്ട്? അത് ഞാന് ആദ്യം ചെയ്തത് മിടുക്കി. അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അതിന്റെ ഇടയ്ക്ക് മിസ് കേരള ചെയ്തായിരുന്നു. അപ്പൊ അതിലേതാ ആദ്യം ചെയ്തത് എനിക്ക് എവിടേക്കൊക്കെ കൺഫ്യൂഷൻ വന്ന സാധനം. ആദ്യം മിടുക്കി ചെയ്തു. മിടുക്കി എന്ന് പറഞ്ഞാല് ഒരു ഓഡീഷന് പോകുന്ന സമയത്ത് ഞാൻ ഫൈനൽ ഓഡീഷനാ പോയിട്ടുണ്ടായിരുന്നത്. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. ഇങ്ങനെ ഒരു ഓഡീഷൻ നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ട് മനോരമയുടെ ഓഫീസിൽ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഞാൻ അവരുടെ കൂടെ കയറി ചെന്നതാ. പക്ഷെ ലാസ്റ്റ് ഓഡീഷൻ എന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ഒരുപാട് കോളേജസിലൊക്കെ പോയി അവിടുന്ന് ഇങ്ങനെ ലാസ്റ്റ് വന്ന ഫൈനൽ ഓഡീഷൻ ആയിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. കയറി ചെന്നു. അവിടുത്തെ റൗണ്ട്സിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ സെലക്ഷൻ കിട്ടി. അത് ഭയങ്കര വണ്ടറായി പോയി എനിക്ക്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ ചെല്ലുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് പ്രതീക്ഷ കുഴപ്പമില്ല, ഒരു സ്റ്റേജ് കിട്ടിയതല്ലേ, കേറിയേക്കാം. ലാസ്റ്റ് എന്താ കാരണം കിട്ടാനൊന്നും ചാൻസ് ഇല്ല, കുഴപ്പമില്ല നോക്കാന്നൊക്കെ കരുതി കയറിയത്. അപ്പൊ കിട്ടി. അങ്ങനെ അത് ഒരു ലക്കിന് കിട്ടിയ കാരണം അത് ചെയ്യാൻ പറ്റി. നല്ലൊരു പ്ലാറ്റ്ഫോം, കരിയർ ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. മനോരമയുടെ നല്ലൊരു പ്രോഗ്രാം. ആ സമയത്ത് നല്ല റീച്ച് ഉള്ളൊരു പ്രോഗ്രാം ആയിരുന്നു. സെക്കൻഡ് സീസൺ ആയിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ മരിയനെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയത്. അല്ല
അല്ല സത്യം പറഞ്ഞാൽ എല്ലാരും എന്നെ ടി വിയിൽ കണ്ടപ്പോ എന്നെ നാട്ടുകാരൊക്കെ വണ്ടടിച്ചു പോയി. ഇതാ കൊച്ചല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ എന്തായിരുന്നു ഇതില് സെലക്ഷൻ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഒരു റിയാക്ഷൻ? വീട്ടിലല്ല ഞാൻ ആദ്യം പറഞ്ഞത്, എന്റെ അമ്മയുടെ ചേച്ചീനെ വിളിച്ചിട്ടാ പറഞ്ഞത്, അമ്മേനെ ഒന്ന് പറഞ്ഞ് സോപ്പിടാൻ വേണ്ടിട്ട്. ഓ, ഇതിന് വിടാൻ. എന്താന്ന് വെച്ചാൽ ഇതിലൊന്നും വിടൂലെന്ന് എനിക്ക് അറിയായിരുന്നു. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ പപ്പയുടെ ഒരു ഫ്രണ്ട്, ഒരു പ്രൊഡ്യൂസർ, ആള് ചാക്കോച്ചിന്റെയും ആസിഫ് അലിയുടെയും പടമാണ് ഒരു പടം, പടത്തിന്റെ പേര് പറഞ്ഞു, ആ പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു റോളിലേക്ക് എന്നെ വിളിച്ചായിരുന്നു. ഒരു പാട്ട് സീനിൽ ഒരു ബ്രൈഡ് അങ്ങനെ എന്തോ അങ്ങോട്ട് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയം. അപ്പോൾ എന്നാ പപ്പ വന്നിട്ട്, പപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ നാട്ടുകാരൊക്കെയോ പറഞ്ഞു, കൊച്ചിന്റെ സിനിമയിലേക്ക് അതൊന്നും വേണ്ട, ശരിയാവില്ല. ഞാൻ ഇങ്ങനെ എന്നാ പപ്പ എന്നെ ഏകദേശം മൈൻഡൊക്കെ ഓക്കെ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഭയങ്കര സന്തോഷിച്ചിരിക്കുക. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പ പറഞ്ഞു വേണ്ട. കാരണം പല ആൾക്കാരുടെ അഭിപ്രായം വേണ്ട വേണ്ട എന്നുള്ള രീതിയിൽ. അപ്പൊ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഭയങ്കര ഡെസ്പായിരുന്നു. നമ്മള് പിന്നെ അത് കഴിഞ്ഞു അത് വിട്ടു, ഒരു ചിന്തിച്ചില്ല, മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു ചാൻസ് എനിക്ക് വന്നപ്പോഴത്തേക്കും അപ്പൊ എനിക്ക് മനസ്സിലായി അന്ന് എന്നെ വിട്ടില്ല, അപ്പൊ ഇതിനും വിടാൻ ചാൻസ് ഇല്ല. എന്നാ പിന്നെ അമ്മയുടെ ചേച്ചിനെ വിളിച്ചത് സോപ്പിട്ടേക്കാം. അമ്മയുടെ ചേച്ചിനെ വിളിച്ചപ്പോഴത്തേക്ക് അമ്മേനെ അമ്മയോട് പറയാന്നൊക്കെ പറഞ്ഞ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടിയിൽ അവൾക്ക് സെലക്ഷൻ കിട്ടി. ഞാൻ പറയാണ്ടാ പോയത്, വീട്ടിൽ പറയാണ്ട ഓഡീഷന് പോയത്. അപ്പൊ എനിക്കങ്ങനെ കിട്ടി കഴിഞ്ഞിട്ട് വേണേ ഉറപ്പായിട്ട് നമുക്ക് പറയാലോ. മറ്റേത് ആദ്യം തന്നെ വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ ഓഡീഷൻ നിൽക്കുക, അപ്പൊ കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യമില്ലാണ്ടായി. അപ്പൊ പിന്നെ കിട്ടിയതിന് ശേഷം അവരെ കൊണ്ട് അങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. അപ്പൊ അമ്മ വരാന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരാഴ്ചത്തെ ഗ്രൂമിങ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് കയറുന്ന സ്റ്റേജാണ്. നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ എന്തെങ്കിലും പരിപാടി ചെയ്തതല്ലാതെ ഇത്രയും വലിയൊരു പരിപാടി ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ടെൻഷൻ സത്യം പറഞ്ഞ ആ സമയത്ത് എനിക്കില്ലായിരുന്നു. മേ ബി എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടായിരിക്കും വലിയ ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഒരാഴ്ചത്തെ ഗ്രൂമിങ് ഒക്കെ അമ്മ ഉണ്ടായിരുന്നു ആ സമയത്ത്. കൂടെ എല്ലാരും ഗേൾസ് ആയിരുന്നു. അപ്പൊ ഗ്രൂമിങ് കഴിഞ്ഞ് നമ്മള് പരിപാടിയിൽ കയറി. പക്ഷെ പരിപാടിയിലൊന്നും കിട്ടിയൊന്നുമില്ല. ചാൻസ് കിട്ടി. പിന്നെ ടിവിയിലൊക്കെ വന്നല്ലോ, നമ്മുടെ നാട്ടുകാരൊക്കെ കണ്ടല്ലോ, 4 ആള് കണ്ടല്ലോ. മിടുക്കിക്ക് ശേഷമാണ് മിസ് കേരളയിലോട്ട് എത്തുന്നത്. എങ്ങനെയായിരുന്നു അതിലോട്ടുള്ള എൻട്രി? ആ സമയത്ത് ഞാൻ പറഞ്ഞ കോസ്മെറ്റോളജി പഠിച്ചുകൊണ്ടിരിക്കുക എറണാകുളത്ത്. അപ്പൊ അന്നേരമാണ് ഈ മിസ് കേരളയുടെ ഓഡീഷനൊക്കെ നടക്കാൻ പോവുകയാണ്. അതിനു മുന്നേ നമ്മൾ അപ്ലൈ ചെയ്യണല്ലോ. അപ്പോൾ നമുക്ക് അവിടുന്ന്, ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ HOD ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ നമ്മുടെ അടുത്ത് അറിയിക്കുന്നത്. അപ്പൊ എന്റെ കൂടെയുള്ള ഫ്രണ്ട്സും രാജലക്ഷ്മി മാമാണ് അവിടുത്തെ HOD. അപ്പോൾ ആളൊക്കെ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു, നോക്ക് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്തു. പക്ഷെ എനിക്കൊരു പേടിയുണ്ട് ആ സമയത്ത്, എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കുറച്ചുകൂടി അറിഞ്ഞു തുടങ്ങിയല്ലോ മറ്റേതിനാണ് കിട്ടിയൂല്ല. അന്ന് സത്യം പറഞ്ഞ മിടുക്കിയുടെ ഫൈനൽ ഡേയിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഒന്നും കിട്ടൂല എന്ന് പ്രതീക്ഷയോടെ നിന്നേ. എന്നാലും നമ്മൾ ആ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു എങ്ങനെ കിട്ടിയാലോ എന്നുള്ളൊരു ആഗ്രഹം വരും. അപ്പൊ ആ വിഷമം ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ പിന്നെ എനിക്കൊരു മടി ഉണ്ടായിരുന്നു ഇതിൽ കൊടുക്കാൻ വേണ്ടിട്ട്. പക്ഷെ അവരെന്നെ പുഷ് ചെയ്ത് ഞാൻ പോയി കൊടുത്തു. ഓഡീഷനിൽ കിട്ടി. അതൊരു 3-4 റൗണ്ട് എന്തോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഓഡീഷൻ അല്ലേ. അതിങ്ങനെ അതും ഈ പറഞ്ഞ പോലെ ഫിൽറ്ററിംഗ് പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ ചെയ്തത് ലാസ്റ്റ് കിട്ടി. അപ്പൊ ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെ കോൺഫിഡൻസ് ഒക്കെ ആയിട്ടോ. പിന്നെ നമുക്ക് എന്തായാലും വിന്നർ ഒന്നും ആവില്ല എന്നറിയാം, അത് നമുക്ക് ഓൾറെഡി അറിയാം. എന്നാലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നു, എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി, എന്തെങ്കിലുമൊക്കെ. കാരണം കുറെ ടൈറ്റിൽസ് ഉണ്ടല്ലോ. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരെണ്ണമെങ്കിലും കിട്ടിയിരുന്നേ. മിസ് ഹെൽത്തി സ്കിൻ. അപ്പൊ അത് കിട്ടി, അത് സന്തോഷമായി. എനിക്കത് മതിയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് മിസ് കേരള ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സ് എന്നെ സത്യം പറഞ്ഞാൽ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. കുറച്ച് നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരു മനോധൈര്യം തരാനുള്ള കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ട്. അത് തന്നെ. അത് കഴിഞ്ഞിട്ടാണ് നായികനിലോട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1 ഇയർ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നായികാനായകൻ ശരിക്കും പറഞ്ഞാൽ മിടുക്കിയിൽ വന്നത് കാരണം എനിക്ക് കിട്ടിയതാ. അപ്പൊ ആ സമയത്ത് എനിക്കൊന്നും മിടുക്കിയിലൊന്നും കിട്ടിയില്ല. പക്ഷെ അവിടുത്തെ പ്രോഗ്രാമിന്റെ ആൾക്കാര് അന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരാള്. അവരിങ്ങോട്ട് വിളിച്ചതാ. എനിക്ക് സത്യം പറഞ്ഞാൽ അതിന്റെ സജഷൻ കുറച്ച് ഞാൻ വനിതയുടെ ഒരു ഷൂട്ട് ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ചെയ്യുന്ന ഷൂട്ട് വനിതയ്ക്ക് വേണ്ടിയിട്ട്. വനിതയുടെ 1-2 ഇപ്പൊ ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മിടുക്കിയുടെ സമയത്തൊക്കെ മോഡലിംഗ് ചെയ്യുന്നുണ്ടോ, കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? മിടുക്കി കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. മിടുക്കിയാണ് ആദ്യത്തെ സംഭവം. അപ്പോൾ വനിതയുടെ ഷൂട്ട് ചെയ്തപ്പോൾ അന്ന് ശ്രീകാന്തേട്ടൻ്റെ വഴി എനിക്ക് ഇതിന്റെ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ്. കാരണം വനിതയിൽ പബ്ലിഷ് ചെയ്ത ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനോരമയിൽ നിന്ന് തന്നെ അവിടെ ഡയറക്റ്റ് പ്രോഗ്രാമിന്റെ കുറച്ച് ടീമുണ്ട്, അതിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി നോക്കാമെന്ന് വെച്ചു.
അതിൽ ഓഡീഷന് കിട്ടി. ആ. അപ്പൊ അതില് എല്ലാ ഓഡീഷനും ഞങ്ങൾക്ക് കിട്ടും, എല്ലാത്തിലും കിട്ടുന്നുണ്ട്. കിട്ടിയായിരുന്നു, പോയതിനൊക്കെ കിട്ടി. എനിക്ക് 1-2 സിനിമയുടെ ഓഡീഷൻ അല്ലാതെ ബാക്കി ഞാൻ പോയ എല്ലാ ഓഡീഷനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ കിട്ടി. അത് സത്യം പറഞ്ഞാൽ എന്റെ കരിയറിൽ ഭയങ്കര നല്ലൊരു തുടക്കമായിരുന്നു കേട്ടോ. മറ്റേതൊക്കെ ഒരു മോഡലിംഗ് ബേസിലുള്ള ഒരു റിയാലിറ്റി ഷോയും അങ്ങനത്തെ പരിപാടികളായിരുന്നല്ലോ, മിസ് കേരള ഫാഷൻ ടൈപ്പ് പരിപാടികളായിരുന്നു. പക്ഷെ ഇത് സിനിമയിലേക്കുള്ളൊരു, അതുവരെ സിനിമ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, മോഡലിംഗ് ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇത് വന്നപ്പോ പിന്നെ അഭിനയം എന്നുള്ളൊരു സാധനത്തിലേക്ക് കൈവെക്കാൻ തുടങ്ങി. അപ്പൊ വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി ടീമാണ്. പിന്നെ 8 ഗേൾസ് 8 ബോയ്സ്. അങ്ങനെ ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഭയങ്കര കമ്പനിയായിരുന്നു. എല്ലാം അടിപൊളി പിള്ളേരായിരുന്നു കേട്ടോ, ഭയങ്കര വൈബായിരുന്നു. പിന്നെ ആ ടീമിന്റെ കൂടെ ഒക്കെ ആയപ്പോ പിന്നെ എന്റെ മൈൻഡ് കംപ്ലീറ്റ്ലി അതായി. പിന്നെ നമുക്ക് കുറെ ഗ്രൂമിങ് സെഷൻ, വലിയ വലിയ ആൾക്കാരൊക്കെ നമുക്ക് ഗ്രൂമിങ് ചെയ്യാൻ വരുന്നു. പിന്നെ ഫുൾ ടൈം അവിടെയായിരുന്നു. വീട്ടിലേക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ പോയെങ്കിൽ അവിടെ തന്നെയായിരുന്നു. 6-7 മാസം ഞങ്ങൾ അവിടെയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു മാസത്തിൽ ഇത്ര ദിവസം ഷൂട്ട് എന്നുള്ള പോലെ മാസത്തിലൊരു 4 ദിവസം വല്ലോ ഞങ്ങൾ വീട്ടിൽ പോവും, തിരിച്ചു വരും. പിന്നെ കംപ്ലീറ്റ് മനോരമയുടെ ഇതിൽ തന്നെയായിരുന്നു സ്റ്റേ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് നായിക. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മോഡലിംഗ്, ആക്ടിങ്, ഇത് രണ്ടിലും മരിയ ആക്റ്റീവ് ആണ്. മരിയക്ക് ഇപ്പൊ കുറച്ചും കൂടി ഇഷ്ടം കൂടുതലുള്ളത് എന്താ? രണ്ടും ഇഷ്ടം. എന്താന്ന് ഞാൻ പറയാം. ഇപ്പൊ മോഡലിംഗ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ കൂടുതൽ ആഡ്സ് കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്. ആഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ പോയി എല്ലാ ആഡ്സും തന്നെ മാക്സിമം 2 ദിവസം, അധികം വരാറില്ല. എല്ലാ ഒറ്റ ദിവസത്തിൽ പരിപാടി തീരും. രാവിലെ പോകുന്നു, വൈകിട്ട് ഷൂട്ട് കഴിയുന്നു, വീട്ടിൽ പോകാം. എനിക്കിപ്പൊ കുറച്ച് നാളായിട്ട് എല്ലാം കഴിഞ്ഞ് വേഗം വീട്ടിൽ പോകണം, വീട്ടിലേക്ക് അങ്ങോട്ട് ആരെ പിടിച്ച് വലിക്കുന്നത്. വീട്ടിൽ പോകുമ്പോ ഒരു സന്തോഷം. അപ്പൊ ഒറ്റ ദിവസം കൊണ്ട് പരിപാടിയും തീരും, അപ്പൊ തന്നെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടും. കയ്യിലും കാശിരിക്കുന്നു, സന്തോഷം. വേറെ ഡിലേ കാര്യങ്ങളൊന്നും ഇല്ല. അതും ഇഷ്ടമാണ്. പിന്നെ നമ്മൾ നല്ല ഹോർഡിങ്സിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ കൂടുതലും സോഷ്യൽ മീഡിയ ആണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ചെയ്ത് തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. കൊറോണയ്ക്ക് മുൻപ് ഹോർഡിങ്സ് നന്നായിട്ട് കയറിയിരുന്നല്ലേ? പക്ഷെ അതിനും മുന്നേ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ മിടുക്കി കഴിഞ്ഞപ്പോ തൊട്ട് ചെയ്യുന്നതാണ്. മിടുക്കി കഴിഞ്ഞ് ഒരു ബൊട്ടിക്കിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നത് പഠിക്കുന്ന സമയത്ത്. ഇപ്പൊ ഞാൻ ഏകദേശം ഒരു 300 സംതിങ് ഒക്കെ അഡ്വർടൈസ്മെന്റ് ചെയ്തു. ഏകദേശം എത്ര വർഷമായി അപ്പോ? ഞാൻ മിടുക്കി 2017 മിസ് കേരള ആണെന്ന് എനിക്ക് ഓർമ്മ. ആ സമയം തൊട്ട് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്തൊന്നും അത്രയധികം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കൊറോണ കഴിയുന്ന ആ സമയം തൊട്ടാണ് കൂടുതൽ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് ഈ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആഡ്സ് വരുന്നത്. അന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ ക്ലയൻസ് ആണെങ്കിലും ഫോക്കസ് ചെയ്യുന്ന ഹോർഡിങ്സ്, ടിവിയിൽ വരുന്ന അഡ്വർടൈസ്മെന്റ്സ്, അങ്ങനെ കുറെ കാര്യങ്ങളാണല്ലോ. അതെ, അതൊക്കെയായിരുന്നു. അപ്പൊ അവിടെ കൂടുതൽ ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതൽ ഉപയോഗിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ചെയ്യുന്ന ആഡ്സ് ഒക്കെ കൂടുതൽ നമ്മുടെ ഏജിലുള്ള ആൾക്കാരാണ് കാണുന്നത്. പക്ഷെ അല്ലാതെ നമ്മുടെ കുറെ ആൾക്കാര്, നാട്ടുകാര്, വീട്ടുകാര്, സ്വന്തക്കാര് എല്ലാവരും കണ്ടോണ്ടിരുന്നത് ഹോർഡിങ്സ്. ഞാൻ ഇതിലേ പോയപ്പോ കണ്ടായിരുന്നു ഹോർഡിങ്സ്. തിയേറ്ററിൽ പോയപ്പോ ഭയങ്കര സന്തോഷം. അപ്പൊ അതായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇപ്പൊ ഇതിനാണ് മാർക്കറ്റ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇപ്പൊ അടുത്ത് ഞാൻ തിയേറ്ററിൽ ഫിലിം കാണാൻ പോയപ്പോഴും ഞാൻ കണ്ടത് എയർ ഹോസ്റ്റസ് ആയിട്ട് ഒരു ആഡ് ചെയ്തായിരുന്നു. ഓർക്കുന്നില്ലേ? അത് ഇപ്പോഴും ഉണ്ട്. തിയേറ്റർ ആഡ് റൺ ചെയ്യുന്നുണ്ട്. അത് കുറച്ചായി ചെയ്തിട്ട്. ശരി, കുറച്ചായി. ആ മരിയല്ല ഈ മരിയ, ഫേസ് ഒക്കെ മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ വന്നില്ലായിരുന്നു, വ്യത്യാസം തോന്നിയായിരുന്നു. അത് കുറച്ചായി ചെയ്തിട്ട്. അപ്പൊ ആ സമയത്ത് എനിക്ക് മോഡലിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഇങ്ങനെ എല്ലാം കാണുന്നതുകൊണ്ട്. ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വരുന്ന കാരണം ഇപ്പൊ പിന്നെ നമുക്ക് കുറച്ച് ഇൻകം വരാന്നുള്ളൊരു മൈൻഡാണ് ഇപ്പൊ ഉള്ളത്. അന്ന് പിന്നെ ഫെയിം ആയിരുന്നു, ഇപ്പൊ മണിയാണ്. ഫസ്റ്റ് മൂവി ഏതാ? ഫസ്റ്റ് മൂവി ഞാൻ ചെയ്യുന്നത്, ഞാൻ അത് അധികം ആർക്കും അറിയാത്തൊരു കാര്യം പറയാട്ടോ. ഞാൻ പൂമരം മൂവിയില്ലേ? പൂമരം. അതില് ഞാൻ ഹോസ്റ്റലിൽ കോസ്മെറ്റോളജി പഠിക്കുന്ന സമയത്ത് അന്ന് മിടുക്കിയും ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ ഹോസ്റ്റലിൽ ഇങ്ങനെ ഒരു ദിവസം വെറുതെ ഇരുന്നപ്പോഴത്തേക്കും അതില് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന റോഷൻ ചേച്ചി വിളിച്ചു. ഒരു പരിപാടി ഉണ്ട്, ഒന്ന് വേഗം വരാമോ എന്ന് ചോദിച്ചു. മഹാരാജാസ് കോളേജ് വരെ. എന്നൊന്നും പറഞ്ഞില്ല. ഇവിടെ ഷൂട്ട് എടുക്കണ്ട്, കാണാൻ വാന്നും പറഞ്ഞു. ഞാൻ കാണാൻ പോയതാ. ഞാനും എന്റെ കൂടെ ആരും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ പോയി. രണ്ടാളും അഭിനയിച്ചോ? ഇല്ല, ഞാൻ മാത്രം അഭിനയിച്ചുള്ളൂ. മറ്റേത് കൂട്ട് വന്നതാ. അവിടെ ചെന്ന ഉടനെ എന്നെ അഭിനയിപ്പിക്കാനൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം ഡയറക്ടർ സാറ് പറഞ്ഞു, ഈ മുഖത്ത് ഇതൊക്കെ ഒന്ന്, ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ എല്ലാം തുടപ്പിച്ചു. മൊത്തം ലിപ്സ്റ്റിക്കും എല്ലാം തുടപ്പിച്ചു. എന്നിട്ട് ഒരു തട്ടം എടുത്ത് തന്നിട്ട് ഇട്ടിട്ട് കയറി അവിടെ ആ ബെഞ്ചിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു. അവിടെ പോയി അങ്ങനെ ഞാൻ സിനിമയിൽ അഭിനയിച്ചു. പാട്ട് സീനിൽ എന്റെ ആടാനാണോ? അല്ലല്ല, അതില് ശരിക്കും എന്റെ ഫേസ് കാണുന്നുണ്ട്.
പാട്ട് ഏതായിരുന്നു മറന്നും പോയി. ആഹാ, എന്നിട്ട് കോളേജിൽ എല്ലാരും കൂടെ ഉള്ളൊരു പാട്ട്. യെസ്, മനസ്സിലായി. ആ യുവജനോത്സവത്തിന്റെ ഇടയിലുള്ള എന്തെങ്കിലും സോങ്? അതിലെ ഒരു സോങ്ങില്, അതില് തുടക്കത്തിൽ എന്റെ ഒരു ഇത്രയും തലയൊക്കെ കാണാം, കണ്ടാ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഏതായിരുന്നു മൂവി? അത് പക്ഷെ ഞാൻ ചെയ്ത മൂവി എന്ന് പറഞ്ഞ ആരോടും പറയാറില്ല. ഇപ്പൊ ഞാൻ വെറുതെ രസത്തിന് എക്സ്ക്ലൂസീവ്ലി. എന്റെ മൂവി ലിസ്റ്റിൽ ഞാൻ പറയാറില്ല. അങ്ങനെ അഭിനയിച്ചൊന്നും പറയാൻ പറ്റില്ല. അത് ആദ്യം ചെയ്തത് ശരിക്കും പറഞ്ഞ ഞാൻ ശരിക്കും അഭിനയിച്ച മൂവി എന്ന് പറയുന്നത് ഫൈനൽസ് ആണ്. PR അരുൺ ചേട്ടന്റെ അതിലൊരു ക്യാരക്ടർ റോളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നായികനൊക്കെ കഴിഞ്ഞ് അധികം താമസിക്കാതെ വന്ന ഒരു മൂവിയായിരുന്നു. നായികനായകൻ കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേറെ 1-2 മൂവി വന്നായിരുന്നു. അതെന്റെ മണ്ടത്തരം കാരണം ഞാൻ വിട്ടുകളഞ്ഞു. എന്താന്ന് വെച്ചാൽ ഓവർ സെലക്റ്റീവ് ആയി പോയി. നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ അതെനിക്ക് പിന്നീടാ മനസ്സിലായത്. അത് കഴിഞ്ഞ് പിന്നെ ഈ ചിന്തയൊക്കെ മാറാൻ തുടങ്ങിയപ്പോ പിന്നെ സിനിമ ചെയ്യാൻ തുടങ്ങി. കുറെ നാള് ഞാൻ ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ആ വലിയ മനസ്സിലായി. ഞാൻ ഇങ്ങനെ ചാടിയിട്ടിരുന്ന ഇവിടെ ഇരിക്കേണ്ടി വരും, വേറെ ആൾക്കാരെ സിനിമയൊക്കെ ചെയ്തു പോകും. അതുകൊണ്ട് പിന്നെ ചെയ്യാന്ന് വിചാരിച്ചു. ഫൈനൽസ് ഞാൻ ചെയ്തു, ക്യാരക്ടർ റോളായിരുന്നു. അത് കഴിഞ്ഞ് ഹൃദയം ചെയ്തു. ഹൃദയത്തിൽ നിന്നാണ് എല്ലാവരും, ഞാൻ ഒരു ചെറിയ ഭാഗം ക്യാരക്ടർ റോളാ ചെയ്തത്. പക്ഷെ നന്നായിട്ട് എല്ലാവരും കണ്ടു. ഇപ്പോഴും ആരെങ്കിലും എനിക്ക് തോന്നുന്നു ഹൃദയത്തിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ആണ്. അത് മാത്രല്ല, എനിക്ക് ആ കൂട്ടത്തിൽ പെടാതെ തനി സീൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് കണ്ട പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴാണെങ്കിലും ഏതിലെങ്കിലും ഒക്കെ പോകുമ്പോ ഹൃദയത്തിലുണ്ടായിരുന്ന ആളല്ലേ പിന്നെ അടിപൊളി. അതെല്ലാവരും കണ്ടൊരു ആ സമയത്ത് എനിക്ക് നല്ല റീച്ച് കിട്ടിയായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ കുറച്ച് ഓഡീഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കിട്ടിയത്. എല്ലാവർക്കും തന്നെ ഓഡീഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തമിഴ് മൂവി ചെയ്തു. അതിലാണ് ഹീറോയിനായിട്ട് ആദ്യം ചെയ്യുന്ന മൂവി വേലൻ എന്ന് പറഞ്ഞ മൂവി. അതിപ്പോ C5 റിലീസ്, ഇപ്പോഴല്ല നേരത്തെ റിലീസായി വന്നിട്ടുണ്ട്, C5 സെക്കൻഡ് മൂവി തമിഴ് തന്നെയാണ് ചെയ്തത്, ദേജാവു എന്ന് പറഞ്ഞ. അത് അത്യാവശ്യം റീച്ച് വന്ന അരുൾനിധിയുടെ മൂവിയായിരുന്നു. അതില് ത്രൂ ഔട്ട് ക്യാരക്ടർ അല്ല, പക്ഷെ അരുൾനിധിയുടെ റൊമാൻറ്റിക് പെയർ എന്നുള്ള രീതിയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഹീറോയിൻ ഒരു മെറ്റീരിയൽ ആണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, ഹീറോയിൻ എന്ന് പറയാം. ശരിക്കും ഇപ്പൊ ഏകദേശം എത്ര മൂവിയായി? ഇപ്പൊ ഞാൻ തമിഴില് 5 മൂവി, 5 മൂവി, മലയാളത്തിൽ 2. മലയാളത്തിൽ ഇപ്പൊ ഇനി ലാസ്റ്റ് ചെയ്തത് ധ്യാൻ ശ്രീനിവാസന്റെ കൂടെ ഒരു പടവാ. അതില് ധ്യാൻ ചേട്ടന്റെ പേരായിട്ടൊരു റിലീസായോ? ഇല്ല, അത് ഷൂട്ട് കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞു. മേ ബി ഓണത്തിന് മുമ്പല്ലേ, ഓണം കഴിഞ്ഞ് കാണുമായിരിക്കും. ആണല്ലേ? പിന്നെ അതിന് മുന്നേ ചെയ്തത് അതും റിലീസ് ആവാനിരിക്കുകയാണ്. സൈജു ചേട്ടനും സൈജു കുറുപ്പും വിനയ് ഫോർട്ടും ഇന്ദ്രൻ ചേട്ടനൊക്കെ ഉള്ള ഒരു പടം. അതൊരു ത്രില്ലറാണ്, ഇൻവെസ്റ്റിഗേഷൻ, അതുപോലത്തെ ഒരു സബ്ജക്ട്. അപ്കമിങ് അപ്പൊ എത്ര പ്രൊജക്ട്സ് ഉണ്ട് ഇപ്പം റിലീസിന് വേണ്ടിയിട്ട്? ഇപ്പൊ 5 മൂവി ഉണ്ട്. ആണോ? ലാസ്റ്റ് 5 മൂവി വരാൻ നിൽക്കുന്നുണ്ട്. 5 മൂവി വരാൻ നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് ഇപ്പൊ വിജയ് ആന്റണിയുടെ തമിഴ് മൂവി, അതില് ഗസ്റ്റ് റോളാ ചെയ്തത്. അത് ഹീറോ ഹീറോയിൻ അങ്ങനെ ഒരു സബ്ജക്ട് അല്ല, അതൊരു ഇൻവെസ്റ്റിഗേഷൻ പോലത്തെ. പുള്ളിയുടെ എല്ലാ മൂവി എന്തെങ്കിലും ഒരു മെസ്സേജ് പോലത്തെ അല്ലെങ്കിൽ ത്രില്ലർ പരിപാടികളൊക്കെ ഗസ്റ്റ് റോളാണ് ചെയ്തത്. അങ്ങനെ നിൽക്കുന്നു. ഇപ്പൊ ഞാൻ എന്നാലും ചോദിക്കട്ടെ, ഇപ്പം കിട്ടുന്ന എല്ലാ റോളും നമ്മൾ എന്തായാലും അഭിനയിക്കത്തില്ലായിരിക്കും. അപ്പൊ എന്നാലും ഒരു റോള് ചൂസ് ചെയ്യുമ്പോ എന്തൊക്കെയാ ശ്രദ്ധിക്കാറ്? ആദ്യത്തെ ഇപ്പത്തെ എന്റെ വ്യത്യാസം ഞാൻ പറയാം. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഭയങ്കര ഓവർ സെലക്റ്റീവ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. പിന്നെ മനസ്സിലായി അതിന്റെ ആവശ്യമില്ല. പിന്നെ ഞാന് ഇപ്പൊ ചില പടങ്ങളുണ്ട്, ഞാൻ തുറന്നു പറയാം, എല്ലാവർക്കും അറിയാം, ചില പടങ്ങൾ ബഡ്ജറ്റ് ഒക്കെ കുറവുള്ള പടമാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഞാൻ അതൊക്കെ ഒന്ന് നോക്കൂ കേട്ടോ. ഇടയ്ക്ക് വെച്ച് നിന്ന് പോകാൻ പാടില്ല, നമ്മൾ ഇത്രയും ദിവസം പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് പണിയാവാൻ പാടില്ല. അതുകൊണ്ട് ക്രൂ കാര്യങ്ങളൊന്നും നോക്കും. വലിയ കുഴപ്പമില്ലാത്ത ടീമാണെങ്കിൽ അതിലിപ്പം ക്യാരക്ടർ, ഇപ്പം ഹൃദയത്തിൽ ഞാൻ ചെയ്തില്ലേ, അതുപോലത്തെ ഒരു റോൾ എനിക്ക് ചെയ്യുന്നതിന് പ്രശ്നമില്ല. വിനീതേട്ടന്റെ പടമാണ്, അതിപ്പോ എങ്ങനെ പോയാലും ശ്രദ്ധിക്കപ്പെടും. നമുക്ക് റീച്ചും ആവശ്യമാണ്. അപ്പൊ ഞാൻ വേറെ കാര്യങ്ങളൊന്നും നോക്കൂല, അങ്ങനെ ഒരു ടീമിൽ കയറാന്നുള്ളത് നോക്കും. പിന്നെ ഞാനിപ്പം നേരത്തെ പറഞ്ഞ പോലെ മണി അത് നോക്കും. കുറച്ച് നല്ല ബഡ്ജറ്റ് ഒക്കെ നമുക്ക് സെറ്റ് ആവുന്ന പടമാണെങ്കിൽ അത് നോക്കും. പിന്നെ പിന്നീട് വന്നതെല്ലാം തന്നെ ഹീറോയിൻ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. കാസ്റ്റ് പിന്നെ അതിലിപ്പോ ഹീറോ ആരാണ്? ഇപ്പൊ ഞാൻ ഈ ചെയ്ത പടങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല ഹീറോ അങ്ങനത്തെ ആൾക്കാരായിരുന്നല്ലോ, അതുകൊണ്ട് ഇച്ചിരി സെലക്റ്റീവ് ആണ് കേട്ടോ. പിന്നെ ഇപ്പൊ അതെ ശരിയാ,
കുറച്ചൊക്കെ നോക്കണ്ടേ, അല്ലെങ്കിൽ ശരിയാവില്ല. ഒരുപാട് സിനിമ ചെയ്യാനല്ല, ചെയ്യുന്നത് നന്നായി ചെയ്യാനാണ് ഇഷ്ടം അല്ലേ? കുറെ പടം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പൈസയൊക്കെ ഉണ്ടാക്കായിരിക്കും. പക്ഷേ നാളെ ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറയുന്നു, ആരുടെങ്കിലും കൂടെ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃജയ്ക്ക് അറിയാൻ പറ്റുമോ? സത്യല്ലേ? സത്യല്ലേ? ഇത് ഏത് പടം ഇങ്ങനെ മനസ്സിലെങ്കിലും ചിന്തിക്കും, അപ്പൊ ഇതൊക്കെ ഏത് പടം ഇറങ്ങിയിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന പടം ചെയ്യണമെന്നാണ് അങ്ങനെ ആഗ്രഹം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, തമിഴില് ചെയ്തു, മലയാളം അതിന്റെ ഇടയിൽ ഞാൻ കേട്ടായിരുന്നു തെലുങ്കിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഓഫേഴ്സ് വന്നിട്ട് പോയില്ല. വൈ? ഒന്നാമത് എനിക്ക് തെലുങ്ക് ഒരു അക്ഷരം അറിയില്ല, മനസ്സിലാവുന്ന വരില്ല. അല്ല, അത് പകുതി ഹീറോയിൻസിനും അറിയത്തില്ല, അവിടെ ചെന്നതിന് ശേഷം പഠിക്കുന്നത്. പിന്നെ അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഒന്നും അറിയില്ലാലും പ്രശ്നമില്ല, അത് ഞങ്ങൾ ചെയ്യിപ്പിച്ചോളാം അങ്ങനെ അവര് പറയും. അവർക്കൊരു കുഴപ്പമില്ല, നമുക്കറിയില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ അത് കുഴപ്പമില്ല, അവര് ചെയ്യിപ്പിച്ചോളാന്നാ പറയുന്നത്. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. പിന്നെ എനിക്ക് നല്ല ഓഫേഴ്സ് വന്ന സമയത്ത് അത് കുറച്ച് ഗ്ലാമറസ് റോളായിരുന്നു, അപ്പോൾ അതിനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ല. അപ്പൊ പിന്നെ എനിക്ക് തമിഴാണ് കുറച്ചുകൂടെ, തമിഴ് ചെയ്യാൻ ഇഷ്ടമാണ്. തെലുങ്ക് ചെയ്യുന്നത് എനിക്ക് അത്ര ഇൻട്രസ്റ്റും തോന്നിയിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും എന്നോട് പറയും, സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും, തെലുങ്ക് ചെയ്യുക, അതാണ് നല്ലത്. ശരിക്കും പറഞ്ഞാൽ ഉറപ്പ്. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ്, പാട്ടൊക്കെ കേറി ഹിറ്റ്. അതെ, പക്ഷെ അത്രയ്ക്ക് ചെയ്യാറുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ല. ഇപ്പൊ തമിഴിൽ അഭിനയിച്ചു, മലയാളത്തിൽ അഭിനയിച്ചു, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? കൾച്ചറൽ ഡിഫറൻസോ അല്ലെങ്കിൽ എന്താണ് ശരിക്കും? അല്ലെങ്കിൽ ആ ഒരു സെറ്റിൽ പോയിരിക്കുമ്പോൾ മരിയയ്ക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാ? ഡിഫറൻസ് എനിക്ക് തോന്നിയേക്കുന്നത്, മലയാളം ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കാം. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്ത ധ്യാൻ ചേട്ടൻ്റെ പടമൊക്കെ ആണെങ്കിലും ആദ്യത്തെ കുറേ ദിവസം പാല ആ ഭാഗത്ത് ഷൂട്ട് ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് പോയി വരായിരുന്നു. ആ സമയത്ത് ഞാൻ ഗ്യാപ്പ് കിട്ടിയാലും വീട്ടിലേക്ക് ഓടിച്ചല്ല. അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലെ ഫുഡ് ഒക്കെ കഴിക്കാം, ഫുഡൊക്കെ കഴിക്കാം, അതൊക്കെയാണ് ഹൈലൈറ്റ്. തമിഴ്നാട്ടിൽ ചെന്ന തമിഴ് അവരുടെ ഫുഡ് കഴിക്കാം, ഇവിടെ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാം. പക്ഷെ ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോൾ നമ്മൾ തമിഴ് ചെയ്യുവാണെങ്കിൽ ഇവിടുത്തെ ഡബിൾ ആയിട്ട് അവിടെ കിട്ടും, അത് മെയിൻ കാര്യമാണ്. പിന്നെ ഇവിടത്തെക്കാളും കൂടുതൽ സൗകര്യങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഓരോ ടീമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും തമിഴില് ചെറിയ പടമാണെങ്കിൽ കൂടെ കൂടുതൽ സൗകര്യങ്ങള് തരുന്നു, അതാണോ? അങ്ങനെ കുറെ കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട് ബഡ്ജറ്റ് വൈസ്. അത് വലിയൊരു കാര്യമാണ്. നമുക്ക് അഭിനയിച്ചാൽ മാത്രം പോരല്ലോ, പൈസ പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള ആൾക്കാര് ഹീറോയിൻ എന്ന് പറയുമ്പോ എന്തോ ഭയങ്കര വലിയ ആളെ പോലെയാ കാണുന്നത്. ഇവിടെ ഉള്ളവർക്ക് അത്ര ഓക്കെ ഹീറോയിൻ അത്രേ ഉള്ളൂ. പക്ഷെ അവിടെ ഹീറോയിൻ ഹീറോയിൻ വരുന്നു, ഭയങ്കര സ്വീകരണം ഒക്കെയാ, ഭയങ്കര സ്വീകരണം, ഭയങ്കര കെയറിംഗ് ഒക്കെയാ. അപ്പൊ എനിക്ക് കെയറിംഗ് ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഓരോ വ്യത്യാസമൊക്കെ തുറന്നങ്ങ് പറയുവാട്ടല്ലാതെ. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, മിന്റു എന്നായിരുന്നു പേര്, ആദ്യത്തെ പേര്, അതിൽ നിന്നാണ് മരിയയിലോട്ട് വന്നത്. എന്താ നെയിം ചേഞ്ചിന്റെ റീസൺ എന്തായിരുന്നു? അത് ചെറുപ്പത്തിൽ ആദ്യം തൊട്ട് തുടങ്ങണം. ആദ്യമായിട്ട് എനിക്കിടുന്ന, ഞാൻ ജനിച്ചപ്പോ എനിക്കിട്ട പേര് മരിയ എന്നായിരുന്നു. മരിയ തന്നെയായിരുന്നു എന്റെ ബാപ്റ്റിസം നെയിം ഇപ്പോഴും മരിയ തന്നെയാ. അപ്പോൾ മരിയ വിൻസെന്റ് നഴ്സറിയിലൊക്കെ മരിയ വിൻസെന്റ് ആ പേരിലിരുന്നു. 1ാം ക്ലാസ്സിൽ ചെന്നപ്പോഴത്തേക്കും ടീച്ചർ എൻ്റെ അപ്പനോട് പറഞ്ഞു, കുട്ടിക്ക് ഒരാഴ്ച ഇരുന്നു, ഞാൻ പഠിച്ചു, ഒരാഴ്ച ഇരുന്ന് പഠിച്ചു. അപ്പൊ പറഞ്ഞു കുട്ടിക്ക് പ്രായമായിട്ടില്ല, 1 വർഷം കൂടി നഴ്സറി പോയിട്ട് അടുത്ത വർഷം വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ 1 വർഷം കൂടി അവിടെ പോയിട്ട് വീണ്ടും തിരിച്ചു വന്നപ്പോ ആ ടീച്ചർ പറഞ്ഞു, ഒരാഴ്ച ഈ പേരിൽ അന്ന് ഇരുന്നതല്ലേ, അപ്പൊ ഇരിക്കാൻ പറ്റില്ല എന്ന്. അത് എവിടുത്തെ നിയമമാണെന്ന് ഞാൻ ഇപ്പൊ ഇരുന്ന് ആലോചിക്കുക, എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ടീച്ചർ തന്നെ എന്നിട്ട് പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞു അങ്ങ് പേര് മാറ്റി കളഞ്ഞു. ടീച്ചറാണോ മിന്റു എന്ന് പേരിട്ടെന്നെ? ടീച്ചർ അല്ലാന്ന് തോന്നുന്നു, ടീച്ചർ സജസ്റ്റ് ചെയ്തായിരുന്നു എന്ന് തോന്നുന്നു. അതിനെ കുറിച്ച് എനിക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഇങ്ങനെയൊക്കെ കഥയാ ഞാൻ കേട്ടേക്കുന്നത്. അപ്പൊ അങ്ങനെ പേര് മാറ്റി കളഞ്ഞു. അത് ഈ പേര്. പക്ഷെ എനിക്ക് ഇഷ്ടമില്ല. ഞാൻ വലുതായപ്പോഴത്തേക്ക് ഇതാണ് എന്റെ പേര് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രായത്തില്ല. അപ്പത്തോടെ എനിക്ക് ഇഷ്ടമല്ല ആ പേര്, മിന്റു ഇഷ്ടമല്ല. അങ്ങനെ മരിയ എന്നുള്ളത് മിന്റു വിൻസെന്റ് ആയി. അങ്ങനെ 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചു. 10ാം ക്ലാസ്സിൽ എത്തിയപ്പോ നമുക്ക് പേര് മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെ, എല്ലാ ക്ലാസ്സിലും ആ സമയമാകുമ്പോൾ ചോദിക്കും. അപ്പൊ നമ്മുടെ സാറും എന്നോട് എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ആർക്കെങ്കിലും പേര് മാറാനുണ്ടോ? ഞാനപ്പോ എണീറ്റ് വന്നു, എനിക്ക് പേര് മാറണം, മരിയ ആക്കണം, വീണ്ടും മരിയ ആക്കണം. അപ്പോഴത്തേക്ക് എന്റെ ഫ്രണ്ട്സ് എന്നെ പിടിച്ചിരുത്തി, ഇരിക്ക് വേണ്ട മാറ്റണ്ട, മിന്റുവാ നല്ലത്, മരിയൊന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറെ പേരുണ്ട് മരിയ എന്ന് പറയല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാണല്ലേ, എന്നാ വേണ്ട മാറ്റണ്ട. അത് കഴിഞ്ഞിട്ട് അവര് പറയണത് കേട്ടിട്ട് ഞാൻ അവിടെ ഇരുന്നു, മാറ്റാൻ പറ്റിയില്ല. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഈ പേരെനിക്കൊരു തലവേദനയായി, വീണ്ടും ഇഷ്ടമില്ലാണ്ടായി. അങ്ങനെ വന്ന് ലാസ്റ്റ് പിന്നെ ഇടുക്കിയിലും നായകനൊക്കെ ഉള്ള സമയത്ത് മിന്റു മരിയ വിൻസെന്റ് എന്ന് എഴുതി കൊടുത്തു. അങ്ങനെയായിരുന്നു ആ പേര്. പിന്നെ സിനിമ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഹൃദയത്തിലൊക്കെ മരിയ വിൻസെന്റ് ഉള്ളൂ.
ആ സമയത്ത് മരിയ വിൻസെന്റ് ആക്കി. പിന്നീട് എല്ലാ റെക്കോർഡ്സിലും ഞാൻ Guested കുറെ കഷ്ടപ്പെട്ടു ആ പേരുന്ന് മാറ്റാൻ. അപ്പോഴേക്ക് നമുക്ക് ഈ പറയുന്ന ID കാർഡ്, ആധാർ, അത് പാൻ കാർഡ്, ലൈസൻസ് എല്ലാം ഇല്ല, എല്ലാത്തിലും മിന്റു വിൻസെന്റ്. പിന്നെ ഞാൻ കുത്തിയിരുന്ന് അതിന്റെ പുറകെ തന്നെ നടന്ന്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മിടുക്കിയിലും നായികയിലും മരിയനെ മിന്റു എന്നാണോ? മിന്റു മരിയ വിൻസെന്റ് ആയിരുന്നു വിളിച്ചിരുന്നത്. എന്തെന്നായിരുന്നു? മരിയ തന്നെ. അതിപ്പോ മിന്റു മരിയ വിൻസെന്റ് ഒന്നും ആരും വിളിക്കില്ലല്ലോ, ആദ്യത്തെ പേരല്ലേ വിളിക്കുള്ളൂ. മിന്റു എന്നാണോ വിളിച്ചിരുന്നത്? സിനിമ ചെയ്ത സമയത്ത് മരിയ വിൻസെന്റ് എന്ന് കട്ട് ചെയ്ത് അങ്ങനെ ആക്കി. അതിനുശേഷം ഇപ്പൊ ഓൾ റെക്കോർഡ്സിൽ മരിയ വിൻസെന്റ് ആക്കിയ കാരണം ഇപ്പൊ എല്ലാവരും മരിയ എന്നാണ് വിളിക്കുന്നത്. ഈ സ്പോട്ട് ലൈറ്റിലുള്ള മരിയനെ ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശരിക്കും പേഴ്സണലി അല്ലെങ്കിൽ ശരിക്കുള്ള മരിയ എങ്ങനെയാ? ശരിക്കുള്ള മരിയോ ഇപ്പൊ കൃതിയുടെ മുന്നിൽ അതാണ് ശരിക്കുള്ള മരിയ. പറഞ്ഞില്ലേ എല്ലാ വീട്ടിൽ ഒന്ന് പറയുന്നത്, അതാണ് ശരിക്കുള്ള മരിയ. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ പോളിഷ്ഡ് ഒക്കെ ആയിട്ടാണോ സംസാരിക്കുന്നത്. എപ്പോഴെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ ഇങ്ങനെ വെട്ടി തുറന്ന് സംസാരിച്ചിട്ട്? പണി കിട്ടിയിട്ടില്ല. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ കുറച്ച് ഞാൻ എറണാകുളത്തൊക്കെ, നമ്മൾ തൊടുപുഴയെന്നാണല്ലോ ആ സമയത്ത് വരുന്നത്. എറണാകുളത്തൊക്കെ വന്ന സമയത്ത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു, ആ സമയത്ത് ഇത് എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നു, ആരും ചോദിച്ചാൽ സത്യം മാത്രമേ പറയുള്ളൂ. അപ്പൊ എന്നോട് ഫ്രണ്ട്സ് കുറച്ചൊരു ഉപദേശിച്ചു, ഇത്രയൊക്കെ അങ്ങോട്ട് ഓപ്പൺ ആവണ്ട, ഇത്ര ഇന്നസെന്റ് ആവേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തൊടുപുഴക്കാരിൽ അങ്ങനെ കേട്ടോ. ഇടുക്കിക്കാരെ കുറിച്ച് എല്ലാവർക്കും ഉള്ള അഭിപ്രായം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുപോലെയായിരുന്നു. അപ്പൊ പറഞ്ഞു ഇത്രയൊക്കെ അങ്ങോട്ട് ആവണ്ട, ഇവിടെ എറണാകുളം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം കൂടി മിക്സ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ സൂക്ഷിച്ചു നിൽക്കണം. അത്ര കുറച്ചൊന്ന് പോളിഷ്ഡ് ഒക്കെ ആയിട്ട് നിന്നാൽ മതി. പിന്നെ പതുക്കെ ഞാൻ ഇൻഡസ്ട്രി ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അങ്ങനെ നിൽക്കുന്ന നല്ലത്, ഫ്രണ്ട്സ് പറഞ്ഞ പോലെ അതുപോലെ നിൽക്കുന്ന നല്ലതെന്ന് തോന്നി. പിന്നെ കുറച്ചൊക്കെ മാറി, അന്നത്തേക്കാളും ഒരുപാട് എനിക്ക് മാറ്റം. ഒത്തിരി കള്ളം പറയുന്നല്ല. ഓക്കെ, ഞാനേ മരിയ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോ കുറെ മറ്റേ ഫിറ്റ്നസ് വീഡിയോസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് സ്റ്റോറീസ് ഒക്കെ കാണും. ശരിക്കും ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്ക് ആണോ മരിയ? ആഗ്രഹമുണ്ട്, നടക്കാറില്ല. ഇടയ്ക്കൊക്കെ ശ്രമിക്കാറുണ്ട്, പക്ഷെ കംപ്ലീറ്റ്ലി ആവാൻ പറ്റാറില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് കാര്യം ചെയ്യാനങ്ങ് തീരുമാനിച്ചിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, പിന്നെ അത് മാത്രമായിരിക്കും. ഒരു സമയത്ത് എനിക്ക് കുറച്ചാൾ മുന്നേ കറക്റ്റ് ആയിട്ടുള്ള വർക്ക്ഔട്ട്, പിന്നെ ഡാൻസ് ക്ലാസ്, പിന്നെ ഡയറ്റ് ഫുഡ്, നമുക്ക് മറ്റേ ടീം വരുമല്ലോ, ആ ഫുഡ്, അങ്ങനെ മൊത്തത്തില് ഈ ഫിറ്റ്നസിന്റെ ഇത് തന്നെയായിരുന്നു തലയിൽ. അങ്ങനെ ശരിക്കും നല്ലൊരു മാറ്റവും വന്നായിരുന്നു. പക്ഷെ ഒരു ഇടയ്ക്ക് ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം പോയി. ഫുൾ ഡേ ചീറ്റ് ആയിരിക്കും. അത് പിന്നെ കുറച്ച് അടുപ്പിച്ച ദിവസം അങ്ങനെ തന്നെയായിരിക്കും. ഈ ജിമ്മിൽ പോകുമ്പോ എനിക്ക് പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പോകാൻ മടിയാ. ഇപ്പൊ പോകുന്നുണ്ടോ? ഇപ്പൊ കുറച്ചായി, ഒരു മാസമായി പോയിട്ട്. ഇപ്പൊ മടിയിലിരിക്കുക. പക്ഷെ ഞാൻ പോകുന്ന സമയത്ത് എല്ലായിടത്തും ഇൻസ്റ്റാഗ്രാമിൽ വിചാരിക്കും ഭയങ്കര ഫിറ്റ്നസ് ആണ്, അങ്ങനെയൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല വിചാരിച്ചത്. അതെ, ഞാനത് കണ്ടിട്ടാ ചോദിച്ചേ. പോകുന്ന സമയത്ത് എടുത്തിടുക, അതുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നത്. ഞാൻ ആൾക്കാരെ ചെറുതായിട്ടൊന്ന് പറ്റിക്കാറുണ്ട്. അതെ, രസമാണ്. മരിയയുടെ കൺസെപ്റ്റില് ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താ? ബ്യൂട്ടി എന്ന് പറയുന്നതോ, ഇപ്പൊ ഇത് മറ്റേ മിസ് കേരളയിലൊക്കെ പോയ പോലെ ആ ബ്യൂട്ടി കോൺടെസ്റ്റിലൊക്കെ ചോദിക്കണമെങ്കിൽ നമ്മൾ ആ സമയത്ത് പറയും ബ്യൂട്ടി എന്ന് പറയുന്നത് പുറമേ കാണുന്ന ബ്യൂട്ടി ഒന്നുമല്ല, ഇന്നർ ബ്യൂട്ടിയാണത്. ഞാൻ അങ്ങനെ ഒന്നും പറയത്തില്ല. ഇന്നർ ബ്യൂട്ടി ഉള്ള അധികം ആൾക്കാരെയൊന്നും ഞാൻ ഇന്നത്തെ കാലത്ത് കണ്ടിട്ടില്ല. എനിക്ക് ഇന്നർ ബ്യൂട്ടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഇപ്പൊ പറയാൻ പറ്റത്തില്ല. പണ്ടായിരുന്നു ഞാൻ പറയുമായിരുന്നു. ഇപ്പൊ ഈ പറയുന്ന വലിയ ഇന്നർ ബ്യൂട്ടി ഒന്നും ഇല്ല. ബ്യൂട്ടി എന്ന് ഉദ്ദേശിച്ചത് സ്വഭാവത്തിലാണോ അതോ മൊത്തത്തിൽ ബ്യൂട്ടി എന്ന് പറയുന്നത്? ബ്യൂട്ടി എന്ന് പറയുന്നത് ബ്യൂട്ടി തന്നെയാണ്. ഇപ്പം കൃജ എന്റെ മുന്നിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് മുടിയൊക്കെ അടിപൊളിയാക്കി കണ്ടാൽ തന്നെ ഭയങ്കര ബ്യൂട്ടി എന്ന് തോന്നുന്ന രീതിയിൽ വന്നിരിപ്പുണ്ട്. ഇത് തന്നെയാണ് എന്റെ കാഴ്ചയിലെ ബ്യൂട്ടി. എനിക്ക് കാണാൻ, എല്ലാവർക്കും കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉള്ളവരെ ഒന്ന് നോക്കൂലേ, എനിക്കങ്ങനെ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉള്ളവരെ കാണാനും കൂടിയിരുത്താനും കൂടെ നടക്കാനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര നാടൻ, വേറെ ലിപ്സ്റ്റിക് ഇടും, അങ്ങനത്തെ ഒന്നുമില്ല, ഒരു ബ്യൂട്ടി കാര്യങ്ങളെ കുറിച്ച് ഒന്നും കോൺഷ്യസ് അല്ല, അങ്ങനത്തെ കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ആളാണ്. അപ്പൊ അവരോട് നടക്കുമ്പോൾ ഞാൻ ആ രീതിയിലാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു സമയത്തേക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര ചില്ലായിട്ട് നടക്കുന്ന കുറച്ച് ടീംസ് ആയിരുന്നു എൻ്റെ ഗ്യാങ് എന്ന് പറയുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ചുറ്റുമുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെയാണ്. അപ്പൊ ഞാനും അങ്ങനെയാണെന്ന് തോന്നിയിട്ട് ഞാനും എന്നെ കുറച്ച് അടിപൊളിയാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് പിന്നീട് ഞാൻ തന്നെ ഓർത്തു, ഞാൻ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടല്ലോ, സോ ഈ കുറച്ച് ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ നിൽക്കുന്നതാണ് നല്ലത്. നമ്മളും കുറച്ച് നന്നായി നടക്കും. ചന്ദനം ചാരിയ ചന്ദനം മുളക്കും, അങ്ങനെ അത് സത്യമാണ്. അപ്പം ബ്യൂട്ടി എന്ന് പറയുന്നത് പുറമേ കാണാൻ ബ്യൂട്ടിയുള്ള ആൾക്കാരെ എനിക്ക് ഇഷ്ടമാണ്. അത് തന്നെയാണ് ബ്യൂട്ടി. പിന്നെ മറ്റേത് വേണം ക്യാരക്ടറിന്റെ രീതിയിൽ പറയാം. അല്ല, അത് അങ്ങനെ പറയാതെ ഞാൻ പറഞ്ഞു. അങ്ങനെ നല്ല ക്യാരക്ടർ ആണെങ്കിലും അവര് അതെ, വളരെ ചുരുക്കം ആൾക്കാർ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചധികം നാളായിട്ട് പരിചയപ്പെടുന്ന എല്ലാവരും
സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ വേണം കേട്ടോ. നമ്മൾ നമ്മുടെ കാര്യം കൂടി നോക്കണല്ലോ. മറ്റുള്ളവർക്ക് കൂടി നിന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ശശിയാവുന്ന ഒരു നമ്മള് വെറുതെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥ. അടിപൊളി. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ മരിയനെ ഇൻസ്പിറേഷൻ ആയിട്ട് കണ്ടിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മരിയയില് ഇൻഫ്ലുവൻസ് ആയിട്ട് വരുന്ന കുറെ യങ് പീപ്പിൾ, അല്ലെങ്കിൽ ഇപ്പൊ മരിയയുടെ നാട്ടിൽ തന്നെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവുമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താ? അഡ്വൈസ്, ഈ ചോദ്യം ഞാൻ മിസ് കേരള കഴിഞ്ഞിട്ട് അടുത്ത സീസൺ വന്നല്ലോ, അപ്പൊ അവിടെ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചായിരുന്നു. ഞാനും ഷൈൻ ടോൺ ചാക്കോയും കൂടി ഗസ്റ്റ് ആയിട്ട് പോയത്. അപ്പൊ അവിടുത്തെ പിള്ളേർക്ക് കൊടുക്കാൻ കുറച്ച് അഡ്വൈസ് ഒക്കെ ചോദിച്ചായിരുന്നു. അന്നേരം ഞാൻ നമുക്ക് ഗ്രൂമിങ് ടൈമിൽ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്ന കുറെ കാര്യങ്ങളൊക്കെ അഡ്വൈസ് ആയിട്ട് അന്ന് ഞാൻ കൊടുത്തത്. അത് പിന്നെ അതൊരു വലിയ പ്രോഗ്രാമാണല്ലോ, കുറെ ആൾക്കാരൊക്കെ ഇരിക്കുവാണല്ലോ, അതുകൊണ്ടൊക്കെ പറയണമല്ലോ. പക്ഷെ അത് സത്യമാ. പക്ഷെ നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റില്ല. അഡ്വൈസ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് മടി പിടിച്ചിരിക്കുന്ന ഒരാളായിരുന്നു. ഇടയ്ക്ക് ഇച്ചിരി മടി പിടിക്കും. അപ്പൊ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒന്നും കാണത്തൊന്നുമില്ല, ഒന്നും അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് ഭയങ്കരമായിട്ട് നിറയെ സ്റ്റോറീസ്, രാവിലെ എഴുന്നേൽക്കുന്നു, വർക്കൗട്ടിന് പോകുന്നു, ഫുഡ് കഴിക്കുന്നു. ശരിക്കും അങ്ങനെ നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കാൻ നോക്കുക. കാരണം നമ്മുടെ ഈ ഒരു പ്രായം, ഇപ്പൊ ഗേൾസിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ ഒരു നല്ല ഏജ് എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. ആ സമയത്താണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ നമ്മളെ തേടി വരിക. ആ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മിസ്സാക്കരുതെന്ന് പറയാനുള്ളത്. പിന്നെ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് അഡ്വൈസ് ചോദിക്കരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആൾക്കാരുടെ അഡ്വൈസ് ചോദിച്ച് ഒരു കാര്യത്തിലേക്ക് എത്തുക അത് നല്ലതല്ല. എപ്പോഴും സ്വന്തം കൺഫ്യൂഷൻ ആവും ടോട്ടലി. ലാസ്റ്റ് ഏതെങ്കിലും റോങ് ഡിസിഷനിലേക്ക് എത്തുകയും ചെയ്യും. സോ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ തന്നെ ട്രെയിൻ ചെയ്തെടുക്കണം നമ്മളെ. പിന്നെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കാണ്ടിരിക്കുക. അത് ഇപ്പം ഞാൻ കുറച്ചും പറഞ്ഞ പോലെ നല്ല ക്രൂ, ഇപ്പൊ ഒരു സിനിമയൊക്കെ വരികയാണെങ്കിൽ നല്ല ക്രൂ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. നമ്മുടെ ഏകദേശം എൻഡിലോട്ട് എത്തുകയാണ്. ഭയങ്കര നല്ല ഇന്റർവ്യൂ ആയിരുന്നു, ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിച്ചൊരു ഇന്റർവ്യൂ ആയിരുന്നു. അതെ, താങ്ക് യു വെരി മച്ച്. പിന്നെ അതേപോലെ മരിയയുടെ മൂവീസ് തിയേറ്ററിലോട്ട് എത്തുകയാണ്. എല്ലാം തിയേറ്ററിൽ തന്നെ പോയി കാണുക. എല്ലാ മൂവിയും ഭയങ്കര അടിപൊളിയാവട്ടെ, സക്സസ് ആവട്ടെ. താങ്ക് യു വെരി മച്ച്. വിജയം കാണണം. ഞാനും കാണും. താങ്ക് യു വെരി മച്ച്.